ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളികൊണ്ട് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീട്ടിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എങ്ങനെയുണ്ടാ നികേഷ്, കുറവുണ്ടോ? അപ്പൊ നികേഷ് പറയുകയാണ്, കുറവുണ്ട്. ഏട്ടത്തി ഒരു ഗുളിക തന്നു, അത് കഴിച്ചു. നന്നായി എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടാ, ഏട്ടത്തി ഇന്ന് മുഴുവൻ എന്റെ കൂടെ ആയിരുന്നു. അടുത്തിരുന്ന് ഏട്ടത്തി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ എനിക്ക് അമ്മയുടെ പ്രസൻസ് ഉള്ളതുപോലെ തോന്നി. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും ഹരീഷും. നികേഷ് പറയുന്നു, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അനുഭവം, അതുകൊണ്ടായിരിക്കും അല്ലെ. ഇത് കേട്ട് പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നികേഷിനെ തലോടുകയാണ് സുഭാഷ്. തുടർന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് അരികിലേക്ക് ഇരുന്ന് നികേഷിനോട് സംസാരിക്കുകയാണ്. നികേഷ് പറയുന്നു, പുതിയൊരു അനുഭവമായിരുന്നു ഹരീഷ് ഏട്ടാ, നമ്മളെ ആരും ഇങ്ങനെ സ്നേഹത്തോടുകൂടി പരിചരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. ഏട്ടത്തിക്കുന്ന ഒരുപാട് ജോലി ഉണ്ടായിരുന്നല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണ, എന്ത് ജോലി? അപ്പൊ ഹരീഷ് പറയുന്നു, ഇന്ന് മുഴുവൻ നികേഷിന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നില്ലേ, അതല്ലാതെ ഏട്ടത്തിക്ക് വേറെ ജോലികളും ഉണ്ടായിരുന്നില്ലേ? ഇത് കേട്ട നിധി പറയുന്നു, അതെ അതെ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഷെയർ ചെയ്യുന്നു. സുഭാഷ് ഏട്ടൻ എവിടെ? സുഭാഷ് ഏട്ടൻ ഫ്രഷ് ആകാൻ പോയതാണെന്ന് ഹരീഷ് പറയുമ്പോൾ ചുറ്റും നോക്കി നിധി ചോദിക്കുന്നു, നീതുവുമായി വഴക്കിട്ടോ? ടെൻഷനോടുകൂടി ഹരീഷ് ചോദിക്കുകയാണ്, ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു? അപ്പൊ നിധി പറയുകയാണ്, സാധാരണ പോലെ നീതു ഇവിടെ വന്നായിരുന്നു, എല്ലാം പറഞ്ഞിട്ട് പോയി. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ വീട്ടിലേക്ക് വരുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, വീണ്ടും വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും. അപ്പൊ ഹരീഷ് പറയുകയാണ്, വഴക്കൊന്നും അല്ല, അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഏട്ടത്തി, തനിച്ചായിരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പം ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോരം ചോദ്യങ്ങളാ, മറുപടി പറഞ്ഞ് മടുത്തു. അപ്പൊ നിധി പറയുകയാണ്, അന്ന് ഹരീഷ് ഫോൺ എടുക്കാതിരുന്നതാ പ്രശ്നമായത്. തക്കരയിൽ നടന്ന പ്രശ്നങ്ങളൊന്നും നീതുവിന് അറിയില്ലല്ലോ, പറഞ്ഞാലല്ലേ അറിയുകയുള്ളൂ. നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് സംസാരിക്കാതായാൽ നീതുവിന് ടെൻഷൻ ആകില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഹരീഷ് പറയുകയാണ്, പറയാനുള്ള അവസരം തരണ്ടേ അവള്? അന്നത്തെ ടെൻഷനില് ഞാൻ എങ്ങനെ പറയാനാ? രാവിലെ സംസാരിക്കാന്ന് പറഞ്ഞിട്ടും ദേഷ്യമായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, പെൺകുട്ടികളൊക്കെ അങ്ങനെയാ, സംസാരിക്കാതിരിക്കുമ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ദേഷ്യപ്പെടും. ഹരീഷിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, പക്ഷെ ഞാനായിരുന്നെങ്കിലും നീതുവിനെ പോലെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. നീതുവിന്റെ സ്ഥാനത്ത് നിന്ന് ഹരീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഫോൺ 2 ദിവസമായിട്ട് സ്വിച്ച് ഓഫാ. എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്നുള്ള കാരണവും പറഞ്ഞില്ല. എന്തായിരിക്കും കാരണമെന്ന് ആലോചിച്ചു കൂട്ടി നീതു തന്നെ ഒരു കാരണം കണ്ടുപിടിച്ച് ഹരീഷിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. പ്രശ്നമൊന്നുമില്ല, നാളെ നീതു കടയിലേക്ക് വരുമ്പോൾ സമാധാനത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. നികേഷ് ചോദിക്കുന്നു, എന്തിനാ ഏട്ടത്തി തന്നെ എല്ലാ കാര്യങ്ങളും നീതുവിനോട് പറഞ്ഞില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് ഇവിടെ ഒരുപാട് ജോലികളുണ്ട്, അതിന്റെ ഇടയിൽ നീതുവും വന്നിട്ട് പോയിരിക്കുന്നു. സോറി ഏട്ടത്തി, നീതു ഇവിടെ വരുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, അത് സാരമില്ല ഹരീഷ്, നീതുവിന് ഒരുപാട് വിഷമമായി, അതാ ഇങ്ങോട്ട് വന്നത്. ഹരീഷ് നന്നായി സംസാരിച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങളും മാറും. ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പുഞ്ചിരിച്ച നിധിയെ തന്നെ നോക്കുകയാണ്. എന്താടാന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, ഏട്ടത്തി എത്ര നാള് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുക്കും? നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, അവർക്കിടയിൽ എപ്പോ പ്രശ്നം ഉണ്ടായാലും ഹരീഷ് ഏട്ടനെ കുറിച്ച് നീതുവിനോടും നീതുവിനെ കുറിച്ച് ഹരീഷ് ഏട്ടനോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഏട്ടത്തി. അവർക്ക് തനിച്ച് മനസ്സിലാക്കി എടുത്തൂടെ? ഇത് കേട്ട് നിധി പറയുകയാണ്, അതിനൊക്കെ സമയം എടുക്കും നികേഷ്. നീതു ഒരുപാട് സംസാരിക്കുന്ന കുട്ടിയാ, ഹരീഷ് അധികം സംസാരിക്കാത്ത ആളും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പൊ നികേഷ് പറയുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ അനുസരിച്ച് ഇവർ എത്ര നാള് റിലേഷൻഷിപ്പിലുണ്ടോ അത്രയും നാളും ഏട്ടത്തി വേണം അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ. ടഫ് ജോബാണ് ഏട്ടത്തി. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഒരു കസ്റ്റമർ വരുന്നതും കാത്ത് കാറിന്റെ അരികിൽ നിൽക്കുകയാണ് സുധീഷ്. ഒന്ന് ആലോചിച്ച് സുധീഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ എന്നെ ഫോണിലൊക്കെ വിളിച്ചേക്കുന്നത്? ആവശ്യമില്ലാതെ എന്നെ വിളിക്കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും, സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു, അതാ ഞാൻ നിന്നെ വിളിച്ചത്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അങ്ങനെ പറ, എന്താ ജോലി ഉണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, അതേടാ ഒരു ഓട്ടോ ഉണ്ട്, ഇപ്പം പിക്കപ്പ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ലേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. വാതിലിന്റെ കഥക് പൂട്ടണ്ട, ഞാൻ വന്നിട്ട് പൂട്ടിക്കോളാം. കുറ്റിയങ്ങാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് ബഹളം വെച്ച് നിങ്ങളെ ആരെയും ഉറക്കില്ല ഞാൻ. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ നമ്മുടെ വീടിന്റെ കഥക് എപ്പോഴാ കുറ്റിയിട്ടിട്ടുള്ളത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ആർക്കറിയാം, ഞാൻ വരുന്ന സമയം നോക്കി ഉത്തരവാദിത്വത്തോടുകൂടി ലോക്ക് ചെയ്താലോ, അതുകൊണ്ടാ നേരത്തെ പറഞ്ഞത്. ശരി വാ നോക്കാന്ന് പറഞ്ഞ് ഹരീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സുഭാഷും നികേഷും നിധിയും സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് ഹരീഷും. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം സുഭാഷ് പറയുമ്പോൾ നിധി കറികളൊക്കെ ഇരിപ്പുണ്ട്, ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ്. ദോശയ്ക്ക് സാമ്പാർ മാത്രം മതി, ചമ്മന്തി വേണ്ടാന്നും പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ നിധി ചോദിക്കണ, സുഭാഷ് ഏട്ടാ ഞാനും കൂടി വരട്ടെ? അപ്പൊ സുഭാഷ് പറയണ, വേണ്ട മോളെ, ദോശ മാത്രം ഉണ്ടാക്കിയാ പോരെ. ഇത് കേട്ട് നിധി സുധീഷ് വരുന്നുണ്ടോന്ന് പുറത്തേക്ക് നോക്കുകയാണ്. ഹരീഷും നികേഷും നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് കസ്റ്റമറിനെയും കൂട്ടി കാറിൽ കയറി പോവുകയാണ്. സുഭാഷും നികേഷും ഹരീഷും നിധിയും എല്ലാം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു. ടെൻഷനോടുകൂടി നിധി പുറത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് ഭക്ഷണം എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഇതുവരെ സുധീഷ് വന്നില്ലല്ലോ. ഇത് കേട്ട് എല്ലാവരും നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, അതല്ല കൃത്യസമയത്ത്
വരുന്നതല്ലേ, ഇത്രയും ലേറ്റ് ആകാറില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, എന്നെ ഫോൺ വിളിച്ച് വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. വരും, ശരിയെന്ന് നിധി പറയുമ്പോൾ സുഭാഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പൊ സുധീഷിന് രാത്രിയിലത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി, സുധീഷേട്ടൻ വിശപ്പ് സഹിക്കില്ല, പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരും. ശരിയെന്ന് പറഞ്ഞ് നിധി വിഷമത്തോടുകൂടി അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിധി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുധീഷ് വരുന്നതും കാത്ത് വാതിലിന്റെ അരികിൽ നിൽക്കുകയാണ് നിധി. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സുധീഷ് വന്നോന്ന് നോക്കിയതാ. അപ്പൊ സുഭാഷ് പറയുന്നു, അവൻ വരാൻ ലേറ്റ് ആകുമെന്ന് ഹരീഷ് പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയല്ലോ എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, രാത്രി വണ്ടി ഓടിക്കേണ്ടത് വന്നതുകൊണ്ടല്ലേ മോളെ, വരാൻ ലേറ്റ് ആകുമെന്ന് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു. മോള് പോയി കിടന്നോ, അവൻ വരും. ശരി സുഭാഷ് ഏട്ടാ, ഞാൻ സുധീഷിനെ ഒന്ന് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോവുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് നിധി പുറത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോടുള്ള സ്നേഹം കണ്ടില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാനും ശ്രദ്ധിച്ചടാ, നല്ല കാര്യം, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരുന്നെങ്കിൽ നന്നായേനെ. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കോള് കണ്ട് വിശ്വസിക്കാനാകാതെ സുധീഷ് പറയുകയാണ്, ഇതെന്താ നിധി എന്നെ വിളിക്കുന്നത്? സർ, മിസ്സസ് വിളിക്കുന്നുണ്ട്, ഈ ഒരു കോള് മാത്രം അറ്റൻഡ് ചെയ്തോട്ടെ. കസ്റ്റമർ പറയുന്നു, സംസാരിച്ചോ ബ്രദർ, വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കസ്റ്റമർ പറയുകയാണ്, ഓ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. വണ്ടി സൈഡിലേക്ക് നിർത്തി സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി? അപ്പൊ നിധി ചോദിക്കണം, സുധീഷ് എവിടെയാ? വണ്ടി ഓടിക്കുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഈ സമയത്തോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഏത് നേരമാണെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോകണ്ടേ, ഇപ്പം കസ്റ്റമറിനെ പിക്കപ്പ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ, വരാൻ ലേറ്റ് ആകുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അറിയില്ല, കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്താ നിധി, എന്തെങ്കിലും വേണോ? അപ്പൊ നിധി പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, ഇതുവരെ കണ്ടില്ല, എപ്പോ വരുമെന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി തന്നെയാണോ സംസാരിക്കുന്നത്? ഇത്ര സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിക്കുന്നു, പുതിയ കാര്യമാണല്ലോ. നിധി ഹലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ വരും നിധി, കുറച്ച് ലേറ്റ് ആയാലും ഞാൻ ഇന്ന് തന്നെ അങ്ങെത്തും. ഇത് കേട്ട് നിധി പറയുന്നു, ഓക്കെ ഓക്കെ, ഞാൻ വെക്കുവാണേ. ശരിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ സ്നേഹം. കസ്റ്റമർ സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. പുഞ്ചിരിച്ച സുധീഷ് പറയുന്നു, വൈഫായിരുന്നു സർ, ഇന്നും രാത്രി 7 മണിക്ക് മുമ്പേ വീട്ടിൽ ചെല്ലും, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് രാത്രിയിൽ വണ്ടി ഓടിക്കുന്നത്, അതാ സ്നേഹത്തോടു കൂടി വിളിച്ച് എപ്പോ വരുമെന്നൊക്കെ ചോദിക്കുന്നത്. ഇത് കേട്ട് കസ്റ്റമർ പറയുകയാണ്, കുഴപ്പമില്ല ബ്രദർ, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഹസ്ബൻഡും വൈഫും ആണല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ലവ് മാരേജ് ആയിരുന്നു സർ, കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതാ, അത്രയ്ക്ക് സ്ട്രോങ് ആ ഞങ്ങളുടെ ലവ്. ഇത് കേട്ട് കസ്റ്റമർ പറയുന്നു, ഓ സൂപ്പർ ബ്രദർ, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു സാർ എന്ന് പറഞ്ഞ സുധീഷ് മുന്നോട്ട് വണ്ടി എടുക്കുകയാണ്. അടുക്കളയൊക്കെ അടച്ച് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് സുഭാഷ് ഹാളിലേക്ക് വരുമ്പോൾ നിധി അകത്തേക്ക് കയറി വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നീ ഇതുവരെ ഉറങ്ങാൻ പോയില്ലേ? ഞാൻ സുധീഷിനോട് ആ ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അവൻ ഇനിയും പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് കഴിച്ചോളും, മോള് പോയി കിടന്നോ. മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഈ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരണം വരെ അത് എന്നെ ബാധിക്കില്ലേ സുഭാഷ് ഏട്ടാ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ, അതിന്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഒരു ടെൻഷൻ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, മോള് ടെൻഷൻ ആകണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, മോള് പോയി കിടന്നോ. അങ്ങനെ സുഭാഷ് കഥ കടക്കാനായി പോകുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ കഥക് പൂട്ടാൻ പോവാണോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, പൂട്ടുന്നില്ല മോളെ, വെറുതെ അടയ്ക്കുന്നതേ ഉള്ളൂ, സുധീഷ് വന്നില്ലല്ലോ ഇതുവരെ. നിധി ചോദിക്കുന്നു, സുധീഷ് വരുന്നത് വരെ കഥക് പൂട്ടാതിരിക്കുന്നത് ശരിയാകോ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ്, ഏട്ടത്തി, മോഷിച്ചോണ്ട് പോകാൻ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത്? പുഞ്ചിരിച്ച് സുഭാഷ് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ ആര് ലേറ്റ് ആയിട്ട് വന്നാലും കഥക് പൂട്ടില്ല, വെറുതെ അടയ്ക്കത്തേ ഉള്ളൂ, അവര് വന്ന് കഥക് പൂട്ടിക്കോടും. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഫോൺ തോണ്ടി ടയേർഡായി പോയി, നമുക്ക് ഉറങ്ങിയാലോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാനും അത് തന്നെ അല്ലേടാ പറയുന്നത്, കഥ അടച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ നികേഷ് പറയുന്നു, ഗുഡ് നൈറ്റ് ഏട്ടത്തി. ശരിയടാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി റൂമിന്റെ അരികിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് സുഭാഷ് അവിടേക്ക് വരുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് വരാതെ ഒരു സമാധാനമില്ല. അപ്പൊ സുഭാഷ് പറയുകയാണ്, മൂട് പോയി ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല, അവൻ ലേറ്റ് ആയിട്ട് വരുമെന്ന് വിളിച്ചു പറഞ്ഞതല്ലേ. നിധി പറയുന്നു, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് ഉറങ്ങിക്കോളാം. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി റൂമിലേക്ക് പോവുകയാണ്. നികേഷ് പതിയെ ഹരീഷിനോട് പറയുകയാണ്, സുധീഷ് ഏട്ടൻ വരാത്തത് കൊണ്ട് ഏട്ടത്തി നല്ല ടെൻഷനില്ല. അപ്പൊ ഹരീഷ് പറയുകയാണ്, അതേടാ, നേരി കാണുമ്പോൾ വഴക്കുണ്ടാക്കിയാലും ഏട്ടത്തിക്കും സുധീഷ് ഏട്ടനോട് സ്നേഹമുണ്ട്, സുധീഷ് ഏട്ടൻ വരാൻ ലേറ്റ് ആയപ്പോൾ അന്വേഷിക്കുന്നു, ഫോണിൽ വിളിക്കുന്നു, ടെൻഷൻ ആകുന്നത് കണ്ടില്ലേ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ആ കുട്ടി അങ്ങനെയാടാ, എല്ലാവരോടും ഭയങ്കര സ്നേഹമാ, നികേഷ് കോളേജിൽ നിന്നും വരാൻ കുറച്ച് ലേറ്റ് ആയാലും ഇങ്ങനെ തന്നെയാ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, നികേഷ് വരാത്തതിന്റെ ടെൻഷൻ വേറെ, സുധീഷ് ഏട്ടൻ വരാത്തതിന്റെ ടെൻഷൻ വേറെ, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഇത് സുധീഷ് ഏട്ടൻ അറിഞ്ഞാൽ തുള്ളി ചാടും. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കോ, സുധീഷ് വരുമ്പോൾ നിധി ഭക്ഷണം എടുത്തു കൊടുത്തോളും. തുടർന്ന് രാത്രി ഒരുപാടായിട്ടും സുധീഷിനെ കാണാത്തത് കൊണ്ട് ഫോണും പിടിച്ച് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് നിധി. കുറച്ച് സമയത്തിന് ശേഷം സുധീഷിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഓടി വരികയാണ് നിധി. സുഭാഷും നികേഷും നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. ഉറക്കം ഉണർന്ന ഹരീഷ് ഉറക്കം നടിച്ച് നിധിയെ ശ്രദ്ധിക്കുന്നു. നിധി വന്ന് വാതിൽ തുറക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇതുവരെ ഉറങ്ങിയില്ലേ? അപ്പൊ
നിധി പറയുകയാണ്, ഇല്ല സുധീഷ്, അവരെല്ലാവരും ഉറങ്ങി. കഥക് തുറക്കാൻ ആരെങ്കിലും വേണ്ടേ, അതാ ഞാൻ ഉറങ്ങാതിരുന്നത്. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, അതിന് നിധി എന്തിനാ ഉറങ്ങാതിരുന്നത്? ഞാൻ ഹരീഷിനെ വിളിച്ച് കഥക് പൂട്ടരുത്, അടച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ വന്ന് തുറന്നേനെയല്ലോ, നിധി ഉറങ്ങാതിരിക്കണ്ടായിരുന്നു. അപ്പൊ നിധി പറയുന്നു, അത് സാരമില്ല, എന്തുപറ്റി, എന്താ ഇത്ര ലേറ്റ് ആയത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഒരു ഓട്ടോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു, അതാ ഇത്രയും ലേറ്റ് ആയത്. നിധി ചോദിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇല്ല, വെറുതെ ചോദിച്ചതാ. സുധീഷ് പോയി ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്ക്, ഞാൻ പോയി ഉറങ്ങട്ടെ. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ഉറങ്ങാനായി പോവുകയാണ്. തുടർന്ന് പിൻവശത്തെ വാതിൽ തുറന്ന് മുഖം കഴുകുകയാണ് സുധീഷ്. ഈ സമയം പിന്നിലേക്ക് വന്ന ഹരീഷ് സുധീഷിന്റെ പുറത്തടിക്കുകയാണ്. ഞെട്ടി തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, എന്തിനാണ് അടിച്ചേ? ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടന് ജോലി ഉള്ളതുകൊണ്ടാണോ ലേറ്റ് ആയിട്ട് വന്നത്, അതോ ഏട്ടത്തിയെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ ലേറ്റ് ആയിട്ട് വന്നത്? സുധീഷ് സംശയത്തോടു കൂടി നോക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇത്രയും നേരം ഏട്ടത്തി സുധീഷ് ഏട്ടൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോട് പ്രേമം തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഒന്ന് പോടാ, പോയി കിടന്നുറങ്ങ്. പിന്നെ അവളുടെ അച്ഛൻ എനിക്കിട്ട് പണി തരാൻ നോക്കിയപ്പോഴേ എന്നോട് ചെറിയ സഹതാപമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഹരീഷ് പറയുകയാണ്, സഹതാപം അല്ല സുധീഷ് ഏട്ടാ, അത് പ്രേമം തന്നെയായിരിക്കും. ഇത് കേട്ട് പുഞ്ചിരിച്ച ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഉറങ്ങാതെ സുധീഷ് ഏട്ടന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സുധീഷ് ഏട്ടനെ കണ്ടതിന് ശേഷമാണ് ഉറങ്ങാൻ പോയത്. അപ്പൊ സുധീഷ് പറയുന്നു, കുറച്ചേരം മുമ്പേ എവിടെയാണെന്ന് ചോദിച്ച് എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കി ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഇത് സുധീഷ് ഏട്ടനോട് പ്രേമം തുടങ്ങിയത് തന്നെയാ, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. സുധീഷ് ഏട്ടനെ ഏട്ടത്തി കാത്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എന്നോട് സഹതാപമൊക്കെ ഉണ്ട്, ആ സഹതാപം പ്രേമമാക്കി മാറ്റിയെടുക്കാം. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ചിലപ്പോൾ സുധീഷ് ഏട്ടൻ ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കാൻ പറ്റും. അപ്പൊ സുധീഷ് പറയുകയാണ്, നീയൊക്കെ എന്റെ പ്രണയത്തിന് ഐഡിയ തരാറായല്ലേ? ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുധീഷ് ചോദിക്കുന്നു, ആരാടാ? നീതു ആണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, അതിന് നിന്റെ മുഖം മാറുന്നത് എന്തിനാ? എപ്പോഴും ഈ നിളിച്ചോണ്ടാണല്ലോ ഫോൺ എടുക്കുന്നത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, വലിയ കഷ്ടം അവളുടെ കാര്യം, അന്ന് നടന്ന കാര്യം അറിയോ? അങ്ങനെ സുധീഷിനെ തേടി തക്കലയിലേക്ക് പോയപ്പോൾ നീതു വിളിച്ചതും പിന്നീട് നടന്ന സംഭവങ്ങളും എല്ലാം ഹരീഷ് സുധീഷിനോട് പറയുകയാണ്. തുടർന്ന് ഹരീഷ് പറയുന്നു, ഏട്ടത്തി ഇപ്പം നീതുവിനെ കുറിച്ച് എന്നോട് സംസാരിച്ചായിരുന്നു. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, നിധിയോ? നിധി എല്ലായിടത്തും ഉണ്ടല്ലോ. ശരി ശരി, നീ പറ, നിധിയോട് നീ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞതല്ല, നീതു വന്ന് പറഞ്ഞതാ. ഏട്ടത്തി പറഞ്ഞതും കറക്റ്റാ, എന്റെ ടെൻഷൻ നീതുവിന് അറിയില്ലല്ലോ. അങ്ങനെ ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിന്നോട് നീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുപോലെ നീതുവിനോട് നിന്നെ സപ്പോർട്ട് ചെയ്ത് നീതു സംസാരിച്ചു കാണും. വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് നീതു വിളിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ആരാടാ? നീതു ആണോ? നീ ഫോൺ എടുത്ത് സംസാരിക്കും. എടുക്കണോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടുക്കടാ. എടുത്താൽ അവള് ദേഷ്യപ്പെടുമെന്ന് ടെൻഷനാണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എടുക്കടാ. സോറി പറയാനായിരിക്കും വിളിക്കുന്നത്, എടുത്ത് സംസാരിക്കും. ഇത് കേട്ട് ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ദേഷ്യത്തോടു കൂടി നീതു പറയുകയാണ്, ദേ നോക്ക്, നീ പറഞ്ഞാലല്ലേ നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിയൂ. നീ പറയാതെ തന്നെ അവിടെ നീ എന്ത് പ്രശ്നത്തിലാണെന്ന് അറിയാൻ ഞാൻ എന്താ മന്ത്രവാദിയാണോ? എന്നോട് ഒരു വാക്ക് പോലും പറയാതെ നീ ദേഷ്യപ്പെടുകയായിരുന്നല്ലോ. ഒരു വാക്ക് സമാധാനത്തോടു കൂടി പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എന്തായിരുന്നു? ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞല്ലേ കടയിൽ നിന്ന് പോകുന്നത്. എന്നിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചോ? ദേഷ്യത്തിൽ സംസാരിച്ചതാണെന്ന് വിചാരിച്ചാൽ പിന്നെ നീ നോർമൽ ആകില്ലേ? സുധീഷ് ചിരിച്ചുകൊണ്ട് ഹരീഷിനെ നോക്കുകയാണ്. അപ്പൊ നീതു പറയുന്നു, അപ്പൊ ദേഷ്യത്തിൽ സംസാരിച്ചതാണ് ഇതാ നടന്നത് നീതുന്ന് നീ സമാധാനത്തോടു കൂടി പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നു? അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്കല്ലേ? ഇത് കേട്ട് ഹരീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. നീതു വളരെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ്. ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ എനിക്ക് വയ്യ, ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ഞാൻ പോയി ഉറങ്ങട്ടെ. ഫോൺ വരുവാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ആദ്യം ഈ നാശം സൈലന്റ് ആക്കട്ടെ. അങ്ങനെ ഫോൺ സൈലന്റ് ആക്കി ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് ഓർക്കുകയാണ്, നിധിക്ക് സുധീഷിനോട് പ്രണയമാണെന്ന് ഹരീഷ് പറഞ്ഞത്. ശേഷം സന്തോഷത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്